ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ആവറേജ് എന്ന പാഠഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. The table given below shows the price of mangoes sold by a vendor from Monday to Friday. അപ്പോൾ ഒരു പഴക്കച്ചവടക്കാരൻ മാംഗോസ് വിളിക്കുകയാണ്, മാങ്ങ. അപ്പോൾ അവർ മൺഡേ ടു ഫ്രൈഡേ വിറ്റ ആ ഒരു ഡേയ്സിൽ എത്ര മാംഗോ വിറ്റു അതിൻ്റെ പ്രൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മൺഡേ 680, ട്യൂസ്ഡേ 700, വെഡ്നെസ്ഡേ 640, തേഴ്സ്ഡേ 660, ഫ്രൈഡേ 620. ഓക്കെ, ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് മാംഗോസ് സോൾഡ്. അപ്പോൾ ആദ്യം കാണേണ്ടത് എന്താണ്? ടോട്ടൽ പ്രൈസാണ് നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞത്. ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് മാംഗോസ് സോൾഡ്. അപ്പോൾ എന്താണ്? എളുപ്പമാണ്. നമ്മൾ അഡീഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 680 ഉണ്ട്, 700 ഉണ്ട്, 640 ഉണ്ട്. നിങ്ങളെല്ലാവരും ഒരു പേപ്പറും പെൻസിലും എടുത്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം. 660, 620. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എഴുതി. അപ്പോൾ 0 0 0 ഇവിടെ 0 ഇട്ടു. ഇനി 8ഉം 4ഉം 12, 12ഉം 6ഉം 18, 18ഉം 2ഉം 20. അപ്പോൾ 20ൻ്റെ 0 ഇട്ടു, ബാക്കി 2 ഇവിടെ. 6ഉം 2ഉം 8, 8ഉം 7ഉം 8ഉം 2ഉം 6ഉം 8, 8ഉം 7ഉം 15, 15ഉം 6, 21, 21ഉം 6, 27, 27ഉം 6ഉം 33. അപ്പോൾ നമുക്ക് 1300 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഫസ്റ്റത്തെ ആൻസർ 3300. ഓക്കെ, അപ്പം ആരും സമയം ഒന്നും തെറ്റിപ്പോകരുത്. ക്വസ്റ്റ്യൻ്റെ ആൻസർ മൊത്തത്തിൽ തെറ്റിപ്പോകും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. 2 പ്രാവശ്യം ചെയ്തു നോക്കുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കൺഫേം ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ആവറേജ് പ്രൈസ് ഓഫ് മാംഗോസ് സോൾഡ് പെർ ഡേ. അപ്പോൾ ആവറേജ് കാണാൻ പറഞ്ഞിട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ബൈ n ആണല്ലേ. ടോട്ടൽ ബൈ n. ഇവിടെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടിയത്? 3300, 3300. പിന്നെ നമ്പർ എത്രയാണ്? 1 2 3 4 5 5 ഡേയ്സ് ആണ്. അപ്പോൾ 3300 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. 3300നെ 5 കൊണ്ട് നമുക്ക് ഒന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. 3ൽ പോവില്ല, 33 എടുത്തു. 33ൽ 5 6 ടൈംസ് ആണ് പോവുക. 6 ടൈംസ് ആണ് പോവുക. അപ്പോൾ 30 എഴുതി. പിന്നെ 3 - 0 3. എഗെയിൻ 30, 30ൽ 5 6 പ്രാവശ്യമാണ് പോവുക. ഓക്കെ, 6. അപ്പോൾ നമ്മൾ 6 എന്ന് എഴുതി. പിന്നെ ഈ ഒരു 0 ഇല്ല, അത് നമ്മൾ 30 ആണ്. പിന്നെ ഒരു 0 ഇവിടെ ബാലൻസ് ഇല്ല. ആ 0ക്ക് ആരും കമ്പനി ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ മേലോട്ട് കൊടുത്തു. അത് നിർബന്ധമായിട്ടും കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? 66 ആവും. അപ്പോൾ തെറ്റിപ്പോകും. നമ്മുടെ ആൻസർ ഈസ് 660 ആണ്, 660 ആണ്. അപ്പോൾ ഗുണനം, ഹരണം, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ പക്ക ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ മൊത്തത്തിൽ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തേൻ്റെ ആൻസർ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണം. 3300 ആണ്. രണ്ടാമത്തെ ആവറേജ് കിട്ടിയത് നമുക്ക് എത്രയായിരുന്നു? 660, 660. ഇനി അടുത്ത, ഇൻ വിച്ച് ഡേ ടോട്ടൽ പ്രൈസ് ഓഫ് മാംഗോസ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ്. ആവറേജ് എത്രയാണ്? 660 ആണ്. അപ്പോൾ ഇൻ വിച്ച് ഡേ ദ ടോട്ടൽ പ്രൈസ് 660നേക്കാൾ കൂടുതലായ ദിവസം ഏതായിരുന്നു? ഇവിടെ നോക്കൂ, 680 ആണ്. അത് ആവറേജിനേക്കാൾ കൂടുതലാണ്. 700 ആവറേജിനേക്കാൾ കൂടുതലാണ്. 640 എന്ന് പറയുമ്പം ബിലോ ആണ്. ഇതും ബിലോ ആണ്, ഇതും ബിലോ ആണ്. 660 എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മോർ ഗ്രേറ്റർ ദാൻ ആവറേജ് എന്നാണ്. അപ്പോൾ നമ്മളിത് കൂട്ടണ്ട. അപ്പോൾ ആദ്യത്തെ 2 ദിവസം, അതായത് മൺഡേയും ട്യൂസ്ഡേയും. ഓക്കെ, ഇഫ് ദ പ്രൈസസ് ആർ റിട്ടൺ ഇൻ അസെൻഡിങ് ഓർഡർ, വിച്ച് ഈസ് ദ മിഡിൽ നമ്പർ. ഏതാണ് മിഡിൽ നമ്പർ എന്ന്? അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ പഠിക്കുന്നതാണ് അസെൻഡിങ് ഡിസെൻഡിങ് ഒക്കെ. അപ്പോൾ അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് അസെൻഡിങ് എയിൽ നിന്ന് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറുത് 620, പിന്നെ ഏതാ വരുന്നത്? 640, പിന്നെ വരുന്നത് 660. ഓക്കെ, പിന്നെ വരുന്നത് 680, പിന്നെന്താണ് 700. ഓക്കെ, അപ്പോൾ മിഡിൽ നമ്പർ എത്രയാണ് ഇവിടെ? മിഡിൽ നമ്പർ എന്ന് പറയുമ്പോൾ മിഡിലായിട്ട് വരുന്നത് 660 അല്ലേ. നമ്മുടെ ആവറേജ് എന്തായിരുന്നു? 660 ആണ്. കൊണ്ടൊരു കണക്ഷൻ ഉണ്ടല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
the average quantity of milk. The table shows the quantity milk gained in Ajji's farm. ഓക്കെ, അജീസ് ഫാമിൽ സെപ്റ്റംബർ മുതൽ ഡിസംബറിലുള്ള മിൽക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സെപ്റ്റംബറിൽ 30 ഡേയ്സിൽ ടോട്ടൽ ക്വാണ്ടിറ്റി 360 ആയിരുന്നു. ആവറേജ് ഇവിടെ തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ഒക്ടോബറിൽ 31 ഡേയ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ടോട്ടൽ ക്വാണ്ടിറ്റി ഇവിടെ തന്നിട്ടില്ല, പക്ഷേ ആവറേജ് തന്നിട്ടുണ്ട്. നവംബറിൽ 30 മാത്രമാണ്, 30 ഡേയ്സ് ആണ്, പക്ഷേ ടോട്ടൽ തന്നിട്ടില്ല, ആവറേജ് തന്നിട്ടുണ്ട്. ഡിസംബറിൽ 31 ഡേയ്സ് ആണ്, ഇവിടെ ടോട്ടൽ തന്നിട്ടുണ്ട്, ആവറേജ് തന്നിട്ടില്ല. ഫൈൻഡ് ദ വാല്യൂസ് മിസ്സിംഗ് കോളം ഓഫ് കറസ്പോണ്ടിങ് മന്ത്സ് ഇൻ വിച്ച് മന്ത് ദ പ്രൊഡക്ഷൻ മിൽക്ക് ഈസ് ഹയസ്റ്റ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ കോളംസ് ഒക്കെ ഫില്ല് ചെയ്യും. വളരെ എളുപ്പമാണ്. നമ്മൾ ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ ആ ഒരു കൺസെപ്റ്റിൽ പോയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെപ്റ്റംബറിൽ എത്ര 30 ഡേയ്സ് ആയിരുന്നു, ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് 360 ആയിരുന്നു. അപ്പോൾ ആവറേജ് നമുക്കറിയില്ല, ടോട്ടൽ ബൈ n ആണ്, ടോട്ടൽ ബൈ n. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 360 ആണ്, n എന്ന് പറയുന്നത് 30 ആണ്. നമ്മൾ കട്ട് ചെയ്തു. 36ൽ 3 12 ടൈംസ് ആണ്. അപ്പോൾ ആവറേജ് എത്രയാണ്? ആദ്യത്തേത് 12 ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എത്രയാണ്? നെക്സ്റ്റ് നമ്മളത് 31 ആണ്, പക്ഷേ 11 ആവറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ കാണാൻ നമ്മൾ ആവറേജിനെയും നമ്പറിനെയും ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 31നെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, 31നെ 11 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. എന്തിനാണ് ഇൻറ്റു ചെയ്യുന്നത്? ടോട്ടൽ കാണാനാണ് തന്നത്. ആവറേജും തന്നിട്ടുണ്ട്, നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ കാണാൻ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കൂ. ഒരു 1 ഒരു 3 × 1 3, 1 × 1 1, 1 × 3 3. അപ്പോൾ 1 4 3 അല്ലേ, 341 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആൻസർ എത്രയാണ്? 341. ഓക്കെ, ഫസ്റ്റ് എത്രയായിരുന്നു? 12, ആവറേജ് 12. ഓക്കെ, ഇനി അടുത്തത് സെപ്റ്റംബറിൽ 30 തന്നു, 10 തന്നു. ഈസിയാണ്. 30 × 10 എത്രയാണ്? 30 ഗുണിക്കണം 10 300. ഇനി അടുത്തത് 31 403 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആവറേജ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ 403 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 403 ഡിവൈഡഡ് ബൈ 31. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 13 കറക്റ്റ് കിട്ടും. നമ്മൾ ഡിവിഷൻ ഇപ്പം ചെയ്യുന്നതിൽ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആവറേജ് എത്ര കിട്ടും? 13 കിട്ടും. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ എല്ലാ കോളംസും ഫില്ല് ചെയ്തു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് മന്ത് പ്രൊഡക്ഷൻ ഈസ് മിൽക്ക് ഈസ് ഹയസ്റ്റ്? മിൽക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏതിലാണ്? ഇവിടെയാണല്ലേ. ഇതൊക്കെ നമുക്ക് ആദ്യത്തെ 360 ആണ് കിട്ടിയത്, പിന്നെ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? പിന്നെ നമുക്ക് 341 ആണ് കിട്ടിയത്, പിന്നെ നമുക്ക് 300 ആണ് കിട്ടിയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ള ഏത് മന്തിലാണ്? ഡിസംബർ മന്തിലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഫ്രാക്ഷൻ എന്ന പാഠത്തിലുള്ള 3rd ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആവറേജ് ഒക്കെ നിങ്ങൾക്ക് ഒരുവിധം സെറ്റായി എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ എന്താണ് പഠിച്ചത്? പാർട്ടുണ്ട്, ആ ഒരു ഇതുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 12 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താ ഇവിടെ തന്നിട്ടുള്ളത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇൻ ദ എബോവ് ഫിഗർ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഏരിയ എന്താണ്? റെക്റ്റാങ്കിളുടെ ഏരിയൻ്റെ ഫോർമുല അവിടെ എഴുതിയൊക്കെ. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതി വെക്കുക. ഇവിടെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത്ത് നീളത്ത് കിടക്കുന്ന കണ്ടില്ലേ, 15 സെൻറ്റിമീറ്റർ. ഇവിടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. സിമ്പിളാണ്. 1 × 15 സെൻറ്റിമീറ്റർ സ്ക്വയർ എഴുതണം കേട്ടോ. റെക്റ്റാങ്കിൾ വരുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ വരണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 റെക്റ്റാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ, ഫൈൻഡ് ദ ഏരിയ ഓഫ് 1 സ്മോൾ റെക്റ്റാങ്കിൾ. ഇനി ഈ ഒരു റെക്റ്റാങ്കിളിനെ നമ്മൾ 4 ചെറിയ പീസസ് ആക്കി, 4 ചെറിയ റെക്റ്റാങ്കിൾ ആക്കി, അതായത് 4 ചെറിയ റെക്റ്റാങ്കിൾ ആക്കി. ഈക്വൽ ആണ്, ഇതേപോലെയല്ല, ഈക്വൽ റെക്റ്റാങ്കിൾ ആക്കി. അപ്പോൾ അതിൻ്റെ എത്രയായിരിക്കും ആ സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്? അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൻ്റെത് 15 നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തു 15. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ പോരെ? 15 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ 15 ഡിവൈഡഡ് 4 ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക,
15 ഡിവൈഡഡ് ബൈ 4. 50ൽ 4 എത്ര ടൈംസ് പോകും? 3 ടൈംസ് ആണ് പോകുക അല്ലേ? 3 ടൈംസ് ആകുമ്പം 12 എന്ന് കിട്ടും. ഇവിടെ ബാലൻസ് നോക്കൂ, 3 എന്ന് ഇവിടെ കിട്ടി. ഇനി നമ്മൾ എന്താ ഇതിനെ ചെയ്യേണ്ടത്? നമ്മുടെ കറക്റ്റ് ആൻസർ എത്രയാണ്? 3 ആണ്. ആ 3നെ നമ്മൾ ഇവിടെ എഴുതണം. പിന്നെ ബാലൻസ് ഉള്ളല്ലേ, ആ ബാലൻസിനെ നമ്മൾ ഇവിടെ എഴുതണം. പിന്നെ ഈ കിട്ടിയ 4 4നെ നമ്മൾ ഇവിടെ എഴുതണം. ഇത് നിങ്ങൾ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആൻസറാണ് ഇവിടെ 3 3 വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെയുള്ള നമ്പർ നമ്മൾ ഇവിടെയാണ് എഴുതേണ്ടത്. ഓക്കെ, ബാലൻസ് ഉള്ളതാണ് നമ്മൾ മേലെ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ 15/4 ആണല്ലോ, ആ 4 അടിയിൽ തന്നെ ആയിരുന്നു, ആ 4ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം മറന്നു പോകരുത്. അപ്പം 3/4 നമുക്ക് കിട്ടിയത്. അപ്പോൾ 3/4 3/4 cm². ഓക്കെ, ഇനി അടുത്തത് ഈ 12 such small rectangles are put together, find the total area. ഇനി ഇങ്ങനത്തെ 12 റെക്റ്റാങ്കിൾസ് ഒന്നിച്ച് വെച്ചാൽ ഏരിയ കാണാൻ. അപ്പോൾ 12 ഇൻറ്റു ഇപ്പം നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? നമ്മൾ നേരത്തെ കണ്ട 15/4, അതായത് ഇങ്ങനത്തെ ചെറിയ റെക്റ്റാങ്കിൾ നമ്മൾ അടുക്കി വെച്ചാൽ അങ്ങനത്തെ 12 ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുമെന്ന്. അപ്പോൾ 12 വളരെ ഈസിയാണ്. 4 12 നമുക്ക് കട്ട് ചെയ്യാം. എത്രയാണ്? 3 ആണ്. 3 × 50 എന്ന് പറയുമ്പോൾ 45 cm². ഓക്കെ, അപ്പോൾ നമ്മൾ 3 ആണ് ചെയ്തത്.